ഹലോ, എല്ലാവർക്കും മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്നൊരു നാടൻ ചീരത്തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത്. ചീരത്തോരൻ നമ്മൾ പല രീതിയിൽ തയ്യാറാക്കി എടുക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഗീതയുടെ അമ്മ ഗിരിജാമ്മ ടീച്ചറാണ് തയ്യാറാക്കുന്ന ചീരത്തോരനാണ്. ഒരു പ്രാവശ്യം ഗീതു വീട്ടിൽ വന്നപ്പോൾ അവളാണ് എനിക്കിങ്ങനെ ഒരു ചീരത്തോരൻ ഉണ്ടാക്കി കാണിച്ചത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, അതുപോലെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുകയും ചെയ്യുക. എന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചീരത്തോരനാണിത്. അതിലേക്ക് ആകെ വേണ്ടത് ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. ഞാനിവിടെ ഒരു ബൗള് ചീര നന്നായി കഴുകി ഇതുപോലെ നമ്മൾ ചീരത്തോരൻ അരിയുന്ന പോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ബൗള് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. ഒരു 4-5 വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ കടുകും ഉലുവയൊക്കെ പൊട്ടിക്കുന്നതിന് പകരം ഒരു നുള്ള് അരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില. ഇവിടെ ഇപ്പോൾ കറിവേപ്പില ഒട്ടും കിട്ടാനില്ല. നിങ്ങളുടെ കയ്യിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഉണ്ടെങ്കിൽ എടുക്കാം. പിന്നെ നമ്മൾ ഒരു 3-4 വറ്റൽ മുളക് എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസും അതിൻ്റെ കൂടെ നമുക്ക് അത് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഈ ചീരത്തോരൻ തയ്യാറാക്കുന്നത് കാണിക്കാം. ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ചീരയും അതുപോലെ തേങ്ങാപ്പീരയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വയ്ക്കാം. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുമ്പോൾ അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി നന്നായി പൊട്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കറിവേപ്പില, വെളുത്തുള്ളിയും അതുപോലെ നമ്മൾ എടുത്തു വെച്ച വറ്റൽ മുളകും ഇട്ട് ഇത് നന്നായി ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയും വറ്റൽമുളകൊക്കെ നന്നായി മൂത്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചീര ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി ഇത് അടച്ചു വെച്ച് 2 മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ നമുക്ക് വേവിച്ചെടുത്താൽ മതി. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം വീണ്ടും നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ നാടൻ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ഇവിടെ നല്ലൊരു മണമാണ് വരുന്നത്, നാടൻ മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് ഇളക്കിയിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം.
എന്തൊരു ടേസ്റ്റാണെന്ന് അറിയോ ഇങ്ങനെ ചീരത്തോരൻ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇതുവരെ ഇങ്ങനൊരു ചീരത്തോരൻ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ലൊരു നാടൻ ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റ്സും ഗിരിജാമയ്ക്കും പിന്നെ ഗീതുവിനുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചീരത്തോരൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻസിൽ അറിയിക്കുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.